ഇന്നത്തെ ഉത്സവ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ മലബാർ മേഖലയിലെ പ്രമുഖൻ വി.എസ്. രഞ്ജിത്താണ്. വടക്കൻ കേരളത്തിൽ തെയ്യത്തിന് സമാനമായ അനുഷ്ഠാന കലയാണ് തിറയാട്ടം. തെയ്യവും തിറയും ദൈവക്കോലങ്ങളാണെങ്കിലും ആട്ടത്തിലും വേഷത്തിലും വ്യത്യാസങ്ങളുണ്ട്. കോഴിക്കോട് കല്ലായി കൊടുങ്ങല്ലൂരമ്മ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നുള്ള തിറയാട്ടം കണ്ടിട്ട് വരാം. ഓലച്ചൂട്ടിൽ നിന്ന് പാറുന്ന കനൽത്തരികൾ, മുറുകുന്ന ചെണ്ടയുടെ താളം, അഞ്ചടിയുടെ ഈരടിക്കൊപ്പിച്ച് മലദൈവങ്ങൾ തിറക്കോലങ്ങളായി മണ്ണിലിറങ്ങുന്ന നേരം. കൈകളിൽ വാളും പൂക്കുലയുമാണ് അലങ്കാരം. ഇരുട്ടിനെ തോൽപ്പിക്കുന്ന കരിങ്കോലത്തിൽ കരിങ്കാളിയുടെ തിറയാട്ടം. വേഷത്തിൽ തെയ്യത്തിന് താഴെയാണെങ്കിലും ആട്ടത്തിൽ തിറയാട്ടം തന്നെ മികച്ചത്. തിറയാട്ടത്തിൽ ആട്ടത്തിനാണ് പ്രാധാന്യം, തെയ്യത്തിന് വേഷപ്രാധാന്യമാണ്. ചമയങ്ങളൊക്കെ കൂടുതൽ വരും തെയ്യത്തിന്. തിറയാട്ടത്തിൽ അത്ര തന്നെ ചമയങ്ങൾ വരില്ല, ചടുലമായിട്ടുള്ള നൃത്തങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത് തിറയാട്ടത്തിന്. ദേവതാ സങ്കല്പങ്ങളൊക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്. എന്നിരുന്നാലും അതിൻ്റെ ഓരോരോ പ്രാദേശികമായിട്ടുള്ള സമ്പ്രദായ വ്യത്യാസങ്ങളും അതുപോലെ കോലങ്ങൾക്കുള്ള രൂപത്തിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കളരിയുടെ ചുവടുകളുമായി ചൂട്ടാടുന്ന കലാകാരന്മാർ തിറയാട്ടത്തിന് അകമ്പടിയാണ്. തലവെട്ടി ചോര ചിന്തി ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാടുകളും തിറയാട്ടത്തിൻ്റെ സൗന്ദര്യം. തെക്കൻ മലബാറിൽ കോഴിക്കോടും മലപ്പുറത്തുമാണ് തിറയാട്ടം പ്രചാരത്തിലുള്ളത്. വെള്ളാട്ടവും ചാന്താട്ടവും തിറയാട്ടത്തിന്റെ ഭാഗമാണ്. തെയ്യത്തിന് സമാനമായി കാവുകളിൽ കുടികൊള്ളുന്ന ദ്രാവിഡ ദേവതകളോടാണ് തിറയാട്ടത്തിനും വിശ്വാസപരമായി ബന്ധമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം വി.എസ്. രഞ്ജിത്ത്, റിപ്പോർട്ടർ.